ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 103 അധ്യായം 10 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യാതെ നമ്മുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന നല്ല ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, പകരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷപ്രാപിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് തെറ്റ് ചെയ്തു എങ്കിലും തെറ്റ് ഏറ്റുപറഞ്ഞ് തിരികെ വരുവാൻ അവസരമുണ്ടായിട്ടും മടങ്ങി വരുവാൻ ആഗ്രഹിക്കാതെ യൂദാസ് മരണമടഞ്ഞു. എന്നാൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ് യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ് തെറ്റു ചെയ്തു എങ്കിലും അവൻ മനം നൊന്ന് കരഞ്ഞ് അനുതപിച്ച് തിരികെ വന്നു. സ്നേഹമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, യേശു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തം നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ രക്ഷയിലേക്ക് നയിക്കും. സ്നേഹമുള്ളവരെ, ഒരു പാപി മടങ്ങി വരുന്നതും കാത്ത് നോക്കി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സങ്കീർത്തന പുസ്തകം 103 അധ്യായം 12 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവായ യേശുവേ, പത്രോസിനെ പോലെ അങ്ങയുടെ സന്നിധിയിൽ ഞാനിതാ പശ്ചാത്താപത്തോടെ കടന്നു വരുന്നു. അങ്ങയെ തള്ളി പറഞ്ഞപ്പോഴും അങ്ങേക്കെതിരായി പാപം ചെയ്തപ്പോഴും കർത്താവേ, എന്നെ തേടി വന്ന ദൈവമേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തള്ളി പറഞ്ഞതല്ലേ ഞാനകലെ പോയതല്ലേ, കരുണാമയൻ യേശുവേ, അങ്ങത്ര അലിവുള്ളവൻ, യേശുവേ അങ്ങത്ര കരുണാമയൻ, യേശുവേ അങ്ങത്ര അലിവുള്ളവൻ. ഓ എൻ്റെ കർത്താവേ, കർത്താവായ യേശുവേ, ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ തീർന്നു പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ അവിടുന്ന് കടന്നു വന്ന് രക്ഷിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കോരിയെടുത്ത് അവിടുത്തെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തിയതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു.
അങ്ങയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഈശോ. അങ്ങേക്ക് എന്നും സ്തോത്രം. ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം. തീരുമെന്ന് കൂരിരുളിൽ ഞാൻ പകച്ച നേരം കോരിയെടുത്തു ഹല്ലേലൂയ. യേശുവേ അങ്ങത്ര കരുണാമയ എന്നെ നടത്തി യേശുവേ അങ്ങത്ര കരുണാമയൻ എന്നെ നടത്തി വിശ്വാസം. ഓ എൻ്റെ യേശുവേ, കർത്താവായ യേശുവേ, കഴിഞ്ഞ നാളേക്കാൾ ഇനിയുള്ള നാൾ വിലയുള്ളതായി കണ്ടോടിടുവാൻ യേശുവിൽ മാത്രം ദൃഷ്ടി വച്ച് ഇനിയുള്ള നാൾ പാഴാക്കാതെ യേശുവല്ലാതെ ാരുമില്ലേ എപ്പോഴും ആ നാമം നാവിൽ മാത്രം. അപ്പാ അങ്ങല്ലാതാരുമില്ലേ എപ്പോഴും ആ നാമം. ഓ എൻ്റെ യേശുവേ, യേശുവേ അങ്ങേക്ക് മഹത്വം കർത്താവേ. മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിലേക്ക് കടന്നു വരണം. നന്ദിയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോ. യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു ഈശോ. യേശു എന്നേക ദൈവനാമം മഹത്വപ്പെട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.